guys, welcome back to our Ryan's Innovator World. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബസർ വിത്ത് ഫാൻ. അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ബാറ്ററി ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് ബാറ്ററി കണക്ടർ. ഇതിന് ഈ ബ്ലാക്ക് വയർ മൈനസും ഈ റെഡ് വയർ പ്ലസുമാണ്. അടുത്തത് മോട്ടറാണ് ഫാൻ കറങ്ങാൻ സഹായിക്കുന്നത്. ഈ മോട്ടറിൽ ബ്ലാക്ക് വയറാണ് മൈനസും റെഡ് വയർ പ്ലസുമാണ്. അടുത്തത് വരുന്നതാണ് ബസറാണ് സൗണ്ട് ഉണ്ടാക്കുന്നതും പിന്നെ വയേഴ്സിലൊക്കെ ഇലക്ട്രിക് സപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ബസറിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് വയർ മൈനസും റെഡ് വയർ പ്ലസുമാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കണക്റ്റേഴ്സ് വയേഴ്സ് ആവശ്യമുണ്ട്. ഈ കണക്റ്റേഴ്സ് വയേഴ്സ് നമ്മൾ എന്താ പറയുക, ഈ ബാറ്ററിയും ഫാനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ വയേഴ്സ്. പിന്നെ ഈ ഫാനിൻ്റെ വീൽസ് ആവശ്യമാണ്. ഇത് ഈ 3 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനത്തെ കുറച്ച് പിൻസ് ആവശ്യമാണ്, അത് കണക്ട് ചെയ്യാനും വേണ്ടി. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്വിച്ച് ആവശ്യമാണ്, ഓണും ഓഫും ചെയ്യുന്ന സ്വിച്ച്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബോർഡും എടുക്കണം. പിന്നെ ഈ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പിന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഇങ്ങനത്തെ വയേഴ്സൊക്കെ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബാറ്ററി എടുക്കുക, എന്നിട്ട് നമ്മൾ ബസർ എടുക്കണം. ബസർ എടുത്തതിന് ശേഷം നമ്മൾ ഈ സ്വിച്ച് എടുക്കണം. ഈ ബസറിൻ്റെയും ഈ ബാറ്ററിൻ്റെയും മൈനസ് വയറിൽ വേണം നമ്മൾ ഇത് കൊടുക്കാൻ. അതിന് മുമ്പായി, ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഇതേപോലത്തെ ഒരു കണക്റ്റിംഗ് വയർ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ബസർമെന്ന് വരുന്ന അതിൻ്റെ ഒപ്പം ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബസറും ഈ സ്വിച്ചുമായിട്ട് നമ്മൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിയും സ്വിച്ചുമായിട്ട് കണക്റ്റ് ആക്കണം. പിന്നീട് നമ്മൾ ഈ വയറിനെ നമ്മൾ ഈ ബസർമെന്ന് വയറായിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു വയർ അതിമ വെച്ച് കണക്ട് ചെയ്യണം. എന്നെങ്കിൽ മാത്രമാണ് അതിമെന്ന് നമുക്ക് ഫാനുമക്ക് കണക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും വയേഴ്സ് കിട്ടിയാണ്. ഇനി ഇത് വേണം നമ്മൾ ഫാനിലോട്ട് ഫിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ മൈനസ് വയറിനെ നമ്മൾ ഈ ബ്ലാക്ക് ആയിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഈ
പ്ലസ് 2 ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഫാന് ഈ മോട്ടറായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പം നമ്മൾക്ക് ഈ സാധനം പ്രവർത്തിപ്പിക്കാം. ഇപ്പം നമ്മൾ ഈ സ്വിച്ച് നിൽക്കുമ്പോൾ ഈ ബസറും ഫാനും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഗൈസ് പ്രവർത്തിക്കുന്നുണ്ട്, ഫാന് കറങ്ങുന്നുണ്ട്, ഈ ബസറാണെങ്കിൽ സൗണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബസറിൽ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടിയെന്നും ആ സൗണ്ട് വന്നില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം കണക്ഷൻ കിട്ടിയിട്ടില്ല എന്ന്. ഇനി നമ്മൾക്ക് വേറൊരു ഫാനിൻ്റെ വീലായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ഓണാക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സൗണ്ട് വരുമ്പോഴാണ് കൂടുതൽ പ്രവർത്തിക്കുക. ഇപ്പോൾ സൗണ്ട് കുറഞ്ഞാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലാവാം ഇത് എന്താ പറയുക, കണക്ഷൻ കുറവാണെന്ന്. അപ്പോൾ ഇത് നല്ല സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സാധനം നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത ഫാനായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ഈ ഫാനാണ് കണക്ട് ചെയ്യുന്നത്. എല്ലായിടത്തും അമർത്തി കൊടുക്കും ശരിക്ക്. അപ്പോൾ നമ്മൾ ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രവർത്തിപ്പിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൗണ്ട് കൂടുമ്പോൾ ഇത് നന്നായിട്ട് കറങ്ങുന്നുണ്ട്, കുറയുമ്പോൾ അത് അത്ര കറങ്ങുന്നില്ല. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ സേഫ്റ്റി നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് കറണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. താങ്ക് യു.